ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും VS അനു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനു, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന താരപ്രചാരകരുള്ള താരമണ്ഡലങ്ങളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തിട്ടുണ്ടോ? വലിയ തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അത്രയും ആവേശത്തിൽ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അവിടെ. എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശം? ഗൗതം, ഏതായിരുന്നാലും ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുകൂടാതെ K മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു ബൂത്താണിത്. അതുകൊണ്ട് തന്നെ ഒരു VIP ബൂത്തായി നമുക്കിതിനെ പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൂത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ബൂത്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, അഡ്വക്കേറ്റ് VK പ്രശാന്ത്, N മുരളി, K മുരളീധരൻ, R ശ്രീലേഖ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഈ ബൂത്തിന്റെ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ 133, വട്ടിയൂർക്കാവ് ബൂത്തിന്റെ പേര് 111, ജവഹർ നഗർ LPS എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഈ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുകയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു ജനവിധിയാണ് ഇന്ന് നടക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ 2,71,00,000 വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ 75.75 കഴിഞ്ഞ തവണത്തെ പോളിംഗ് എങ്കിൽ ഇത്തവണ ഈ SIRന് ശേഷം അത് 85 ഉയർത്തണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് അല്ലെങ്കിൽ എത്താൻ കഴിയുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1,32,00,000 വരുന്ന പുരുഷന്മാരും 1,39,00,000 വരുന്ന വനിതകളും ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തും. ഇതിൽ ഏറ്റവും പ്രധാനം 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ഏകദേശം 50 ലക്ഷം ജെൻസി വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്യാനെത്തും എന്നുള്ള കാര്യവും നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന് ഇന്ന് ഇപ്പോൾ ഏതായിരുന്നാലും വോട്ടെടുപ്പ് 7 മണിക്ക് തന്നെ ആരംഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വളരെ സജീവമായ രാഷ്ട്രീയം. അത് ഏറ്റവും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു 8ഓളം സീറ്റ് പിടിച്ചാൽ അത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണം നേടാൻ കഴിയും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ആ 8 എന്ന ഒരു നമ്പറിലേക്ക് എത്താനുള്ളതാണ് UDFന്റെ ഒരു ആഗ്രഹം. അതേസമയം നിലവിൽ 13 സീറ്റുകൾ LDFന് ജില്ലയിലുണ്ട്. അത് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് അവർ. അതേസമയം നേമത്ത് കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് അത് രാജീവ് ചന്ദ്രശേഖരൻ വീണ്ടും നേമത്ത് അക്കൗണ്ട് തുറക്കുമെന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹത്തിന്റെയും ടീമംഗങ്ങളുടെയും ഒരു ആത്മവിശ്വാസം. നേമം മാത്രമല്ല, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് അവിടെയും വിജയം ഉറപ്പിക്കാമെന്ന് അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അങ്ങനെ 3 മുന്നണികളും വളരെ ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഉള്ളത്. നമുക്കറിയാം, ആദ്യം ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാരഡിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഫണ്ടവിടെ വീടവിടെ കോൺഗ്രസ് എന്ന പാരഡിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന വലിയ പ്രചാരണങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇന്ന് നമ്മൾക്ക് പാലക്കാട് കണ്ടതുപോലെയുള്ള വോട്ടിന് നോട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ പല വിഷയങ്ങൾ ചർച്ച ചെയ്ത 23 ദിവസങ്ങൾ അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംസ്ഥാനത്ത് ആകെ ഉള്ള ഏകദേശം 2040 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ കേന്ദ്രസേനകൾ ഉൾപ്പെടെ 76,000 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തൊട്ടാകെ ഇതിന്റെ ക്രമീകരണങ്ങൾക്കായി ഉള്ളത്. ഗൗതം.